ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. ഞങ്ങൾ വാഗമണ്ണ് വന്നാണ്. വാഗമണ്ണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ വണ്ടി ഇരിക്കണില്ലേ, വണ്ടി ഇരിക്കണമെന്ന് വെച്ചാൽ ഊളുപ്പുണി ടണലിലോട്ട് പോകുന്ന വഴിയാണ്. ആ നേരെ കാണുന്ന ഇപ്പോൾ കാണിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമൊക്കെ കാണുന്ന ഒരു വ്യൂ പോയിൻറ്റോട്ടുള്ള വഴിയാണ് കേട്ടോ. അവിടുന്ന് കുറേ ഈ നേരെ കാണുന്ന വഴി കുറേ ദൂരം പോകണം. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ടണലിലോട്ടാണ്. നിങ്ങൾ ഉളുപ്പുണി ടണലിനല്ലേ, ഉളുപ്പുണി നമ്മൾ അങ്ങോട്ട് പോവാം. നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞത്. നമ്മൾ പലരും എടുത്തിട്ടേക്കണ പടമൊക്കെ നമ്മളുണ്ട്, പല ഓഫ് റോഡ് ഒക്കെ എടുത്തിട്ടേക്കണ പടങ്ങൾ. ഇത് കുറേ ദൂരം മൺവഴിയാണ്. ഇപ്പം വഴി എന്നാണ് വെച്ചാൽ ഇപ്പോൾ സംഭവം എന്താണെന്നറിയോ, ഇപ്പം കുറച്ചായിട്ട് ഇപ്പോൾ ഈ അടുത്തെങ്ങാണ്ട് ഈ വഴിയൊക്കെ പണിത് അല്ല, വഴി സൈഡിൽ ഓടയൊക്കെ കോരി നല്ല സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗം. ബാക്കി ടാർ ചെയ്യുന്നതിൻ്റെ കുറച്ച് ഭാഗം പൊളിഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ടാറിങ്ങും പരിപാടികളൊക്കെയാണ്. പക്ഷേ വീതി കുറവാണ്. പക്ഷെ നല്ല രസമാണ് വഴി കേട്ടോ. ഞങ്ങളങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഉളപ്പൂണി ടോപ്പ് സ്റ്റേഷനൊക്കെ പോയി അങ്ങനെ വന്ന് നമ്മുടെ ടണലിലോട്ട് വന്നാൽ. ഈ ടണലിലോട്ട് വരുമ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ നോക്കിയും കണ്ടേ വരാനുള്ളൂ. കാരണം ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. കുറച്ച് വീതി കുറവാണ്. നമ്മുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോകാനൊക്കെ പാടാം. ഞങ്ങൾ 2 വീലറാണ് വന്നേക്കണേ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വലിയ വിഷയം വരത്തില്ല. ഇതെല്ലാം കണ്ടല്ലോ, ഈ വാഗമൺ ഭയങ്കര പാക്കേജ് കേട്ടോ. നമ്മൾ കുറേ ചേട്ടന്മാരെ പരിചയപ്പെട്ടു മറ്റേ വണ്ടിയായിട്ട് നടക്കണേ. അവർക്കൊക്കെ പാക്കേജ് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് ഒരു എങ്ങനെ പോയാലും ഒരു 6, 12, 13 സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവർ കൊണ്ട് കാണിക്കണേ. കറങ്ങാൻ കൊണ്ടുപോയി കാണിക്കും. ഇത് നോക്കി, ഇത് ടണൽ കണ്ടിട്ട് കയറി വരുന്ന വണ്ടി കേട്ടോ. നമ്മളെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ച് നോക്കി, നിറച്ച ആൾക്കാരാട്ടോ. ഇവർ തൃശ്ശൂരുകാരാണ്. നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചായിരുന്നു, വർത്തമാനം പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴേ. അവർ അവിടെ കാണാൻ വന്ന സ്ഥലമൊക്കെ ചോദിച്ചപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. ആകെപ്പാടെ ഇവിടെ 2 കടയുണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം തുറന്നിട്ടില്ല, ഒറ്റ കടയെ തുറന്നിട്ടുള്ളൂ. അപ്പോൾ എന്നാ കിട്ടുമെന്ന് ചോദിച്ചു. പറഞ്ഞു നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേഞ്ച് മേഖലയിൽ ഞങ്ങൾ പോയിടത്തെല്ലാം ഉള്ള സാധനമാണ് നമ്മുടെ ബ്രെഡ് ഓംലെറ്റും നാരങ്ങാവളും. അല്ലെന്നുണ്ടെങ്കിൽ ചായ കിട്ടും. നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റ് കേട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. വിശന്നിരുന്നുകൊണ്ട് ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. അത് വേറെ കാര്യം. പിന്നെ നല്ല ചൂടുമായിരുന്നു കേട്ടോ. നമ്മൾ നല്ല ചൂടെന്ന് വെച്ചാൽ മഴയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ. പക്ഷേ നമ്മൾ ഗൂഗിള് ഈ പ്രാവശ്യം നമ്മളെ ചതിച്ചില്ല. ഇതാ ചേച്ചിയുടെ പേര് മിനിയാണ് കേട്ടോ. എൻ്റെ അപ്പച്ചിയുടെ പേര് മിനിയാണ്. അവിടെ ഒരു കടയുള്ളതിൽ ഒരു കട ഇവരുടെയാണ്. മാഗി കിട്ടും. ചേച്ചി ഏതാ പറഞ്ഞത്, മാഗി വേണമെന്ന് ചോദിച്ചു. പക്ഷേ മാഗി നമ്മളങ്ങനെ കഴിച്ച് ശീലമാകത്ത് നമ്മൾ കഴിച്ചില്ല. ഇതാ ടോപ്പ് സ്റ്റേഷനിൽ അല്ല, ടണലിലോട്ട് ഇറങ്ങുന്നതിൻ്റെ അപ്പുറത്ത്, അതായത് ടണലിലെ വെള്ളമല്ല കേട്ടോ, ടണലിലെ വെള്ളം വരുന്നതിന് തൊട്ടിപ്പുറത്ത് കുട്ടായി പുഴ എന്നാണ് ചേച്ചി പറഞ്ഞത്. ആ സാധനം വന്നിറങ്ങുന്ന സ്ഥലമായത്. അവിടുന്ന് ഈ വെള്ളം വന്ന് താട്ടിയായിരുന്നു. ഈ വെള്ളം വന്ന് താട്ടിയാടുന്നിടത്ത് കുളിക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട് കേട്ടോ. പക്ഷേ ഇടുങ്ങിയ പാറക്കെട്ടാണ്. പക്ഷെ അങ്ങനെ കുതിച്ചാടി ഒഴുകുന്നില്ല. ഇപ്പം വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്ടായിരിക്കും. ഇതിനകത്ത് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ മഴ പെയ്യുമ്പോഴത്തേനും നല്ല ശക്തമായ വെള്ളമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണമെന്ന് പറയാം. ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ പോകണം. നമ്മൾ വീഡിയോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാവരോടും പറയും. എന്നാലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് പോയാലും അവനവൻ്റെ സേഫ്റ്റി ഇല്ലാതെ ഒരു സ്ഥലത്ത് ഇറങ്ങൽ. ഇവൻ പോണ്ടിച്ചേരിക്കാരൻ, അവനെ നമ്മൾ പരിചയപ്പെട്ട് അവരൊരു ടീം വന്നാൽ അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ താഴെ കുളിക്കുന്നുണ്ട്. ഇത് നമ്മളാ കണ്ടില്ലേ, ഇപ്പം നമ്മളാ പയ്യനെ കണ്ടില്ലേ, അവൻ ഇരിക്കുന്നിടത്ത് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളാ മേളിൽ നിന്ന് കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലെത്താം കേട്ടോ. ഇത് കാണാൻ വേണ്ടി നമ്മളിതിൻ്റെ മേളിൽ കയറണേ. ഇതിന് തൊട്ട് താഴെ കിടത്താം. ഇത് കണ്ടോ, നോക്കി, ആ വെള്ളത്തിനകത്തുണ്ട് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരം വീഡിയോ എടുത്തപ്പോഴേ കണ്ടല്ലോ കേട്ടോ. പിന്നെ പുള്ളി വെള്ളത്തിനകത്ത് മുങ്ങി താഴെ ഇരിക്കുകയായിരുന്നു. ഇത് കണ്ട, അവിടുന്ന് ഒഴുകിയൊന്നും പോകത്തില്ല കേട്ടോ. ആ പാറയിൽ ഇങ്ങനെ തട്ടി നിൽക്കും കേട്ടോ. നല്ല അടിപൊളി. ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആട്ടോ. നമ്മളെ ഇവിടെ കണ്ട് നമ്മളോട് പരിചയപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തത് അവർ പോണ്ടിച്ചേരിക്കാരായിട്ടോ. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ ചോദിച്ചവരെ കണ്ടോ. ടോപ്പ് സ്റ്റേഷനിൽ ഇവരുടെ വീഡിയോ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് ആ വെള്ളം ഒഴുകിപ്പോന്നു കേട്ടോ. ആ വെള്ളമാണ് ഒഴുകുന്നത്. അപ്പുറത്ത് ആ വെള്ളം വരുന്നത് കേട്ടോ. അപ്പുറത്തുനിന്നൊരു വെള്ളം വരുന്നത് അവർ നിൽക്കുന്നിടത്ത്. അതാണ് ടണൽ നമ്മളിപ്പം ഇത് കഴിഞ്ഞിട്ടെടുക്കും. ഇനി അവരിരുന്ന് കുളിക്കുന്നില്ലേ, അവിടെ പോകണ്ടേ, അവിടോട്ട് ഇറങ്ങിപ്പോവാം. ഇവർ കുളിക്കുന്നവർ പോയാലും ആ വഴിയാണ്. പിന്നെ എന്നിട്ട് ഇവർ വെള്ളത്തിൽ കൂടെ കണ്ടെന്ന് കാണിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ നിരങ്ങി അങ്ങോട്ട് പോയി. അത് ആ വെള്ള ബനിയനിട്ടിരിക്കുന്നുണ്ടല്ലോ, അയാളുടെ അങ്ങേര് രാമനാഥപുരംകാരനാണ്. അതായത് രാമേശ്വരം
പുള്ളി നമ്മൾ പരിചയപ്പെട്ടു. പുള്ളിയുടെ വീഡിയോ ഒക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ പേര് നാഗരാജ്. ഇതേ നോക്കി, വെള്ളം എന്നാ ശക്തമായിട്ടാണ് വരുന്നതെന്നറിയോ കേട്ടോ. നല്ല എന്താ പറഞ്ഞത്, എന്നാൽ പഞ്ഞിയില്ലേ, പഞ്ഞിയുടെ കളർ അടിച്ച് പതഞ്ഞ് വരുന്നുണ്ട്. പഞ്ഞിയാണെന്ന് അറിയാൻ പറ്റത്തില്ല. ചെവിയൊക്കെ അടച്ചു പിടിച്ച വെള്ളത്തിനകത്തിരിക്കുന്നത് കേട്ടോ. നോക്കി വെള്ളം വരുന്നുണ്ടോ. നമ്മളിറങ്ങിയില്ല, കാരണം നമുക്ക് ഒഴുക്ക് വെള്ളത്തിനൊക്കെ പേടിയാണല്ലോ. പേടിയായിട്ടല്ല, ശരിക്കും ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഒരു മസ്റ്റായ കാര്യം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കാണാൻ പോവും, നമ്മൾ സന്തോഷകരമായ ഒരു സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകണം. പക്ഷേ അത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പല നഷ്ടങ്ങളും വരും. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഒരു കാരണവശാലും നമ്മൾ അനാവശ്യമായി ഒരു സ്ഥലത്ത് ഇറങ്ങുകയോ കയറുകയോ ചെയ്തിട്ടില്ല. പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതാണ് ഉളുപ്പുണി ടണൽ. ഈ ടണലിൻ്റെ നീളം വീതിയൊന്നും സത്യമായിട്ടും പഠിച്ചിട്ടില്ല. ടണലെന്ന് മാത്രമേ പഠിച്ചുള്ളൂ. ഈ സാധനം വരുന്നത് വെള്ളം പവർ ഹൗസിലോട്ട് അല്ല ഇടുക്കി ഡാമിലോട്ടാണ് വരുന്നതെന്നും അങ്ങനെയൊക്കെ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. സത്യമായിട്ട് വിക്കിപീഡിയ തപ്പിയിട്ടൊന്നും ഇതിൻ്റെ അളവും നീളമൊന്നും കണ്ടില്ല. പക്ഷെ സംഭവം അടിപൊളിയാണ്. നമ്മൾ അഞ്ചൂറിൽ ഇപ്പോൾ ഒരു ടണൽ കണ്ടു. പിന്നെ നമ്മൾ വേറൊരു ടണലുണ്ട്, അഞ്ചൂറിൽ ടണൽ കണ്ടു. പിന്നെ നമ്മൾ വാഗമണ് താഴെ ഒരു ടണലുണ്ട്. ആ ടണലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് അടുത്തത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം കേട്ടോ. അന്ന് ഈ സാറ്റലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഈ ഇടുക്കി ഡാം നിർമ്മിച്ച് ആ ഡാമിലോട്ട് ഈ വെള്ളം എത്തിക്കാനായിട്ട് ഏതെല്ലാം മല തുറന്ന് എവിടെ നിന്നെല്ലാം വെള്ളം കൊണ്ടുവന്നുള്ള കാര്യം നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേനും ഇതൊക്കെ പഠിക്കണം, അല്ല ഇത് കൃത്യമായിട്ട് പറയണമെന്നൊക്കെ പല കമൻറ്റും വരുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്കിതൊന്നും കിട്ടത്തില്ല. നമ്മൾ ഈ ഒരു എല്ലാവരും കാണത്തക്ക രീതിയിൽ കാണാൻ പോകുന്ന ഇത് കണ്ടോ, ഇത് ടണലിൻ്റെ അകത്തോട്ടൊന്നും പോകല്. അകത്തോട്ടൊക്കെ പോയി ഒരുപാട് ആൾക്കാർ ഇട്ടേക്കുന്ന പടങ്ങളൊക്കെ നമ്മളുണ്ട്. ഒരു കാരണവശാലും പോകല്. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അതിനകത്ത് പറയാനൊന്നുമില്ല. അതിനെല്ലാം ടണലിലെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ. ഇനി നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും കേട്ടോ. നമ്മളിതിൻ്റെ ടോപ്പ് സ്റ്റേഷനൊക്കെ പോയിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ, നല്ല സൂപ്പർ വൈവായിരുന്നു. നമ്മുടെ സ്കൂട്ടറും കൊണ്ട് നമ്മൾ പോയത്. സ്കൂട്ടറിന് നമ്മൾ പറയത്തില്ല, നമ്മുടെ ചാമ്പ്യനെ കൊണ്ടാണ് പോയത്. നമ്മുടെ ചാമ്പ്യനും അവിടെ ഭയങ്കര ആരാധകരായിരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു. ജീപ്പൊക്കെ കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട്. എന്നാ പറയുന്നത്, ഇച്ചിരി എഡിറ്റിങ്ങിനൊക്കെ താമസം വരും. അതുകൊണ്ട് ഞങ്ങളത് അടുത്ത വീഡിയോ കേട്ടോ. അപ്പം പുതുപുത്തൻ വീഡിയോകളുമായിട്ട് ഇനി വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം കേട്ടോ. ഓക്കെ, ബൈ.